കാറടുക്ക കർഷകക്ഷേമ സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിക്കും ജാമ്യം. 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി പ്രധാന പ്രതിക്കും ജാമ്യം അനുവദിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കേസിലെ ഒന്നാം പ്രതിയും CPM മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗവും സംഘം സെക്രട്ടറിയുമായ കർമ്മന്തൊടി ബാളക്കണ്ടത്തെ കെ രതീശനാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘത്തിന് കുറ്റപത്രം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുഖ്യപ്രതിക്ക് കൂടി ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കേസിലെ മറ്റു പ്രതികൾക്കെല്ലാം നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. കണ്ണൂർ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. കാറടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയിൽ നടന്ന 4,76,00,000 രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ മെയ് 13-നാണ് ആദൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അധികം വൈകാതെ കേസ് കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. പിന്നീട് സംസ്ഥാനാന്തര ബന്ധം കൂടി സംശയിക്കുന്ന സാഹചര്യത്തിലാണ് കേസിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം സംഘത്തിലെ തട്ടിപ്പ് കണ്ടെത്തിയത്. സ്വർണം ഈടായി വയ്ക്കാതെ വായ്പ അനുവദിച്ചതായി രേഖകളുണ്ടാക്കിയും കേരള ബാങ്കിന്റെ ക്യാഷ് ക്രെഡിറ്റ് വായ്പകൾ സ്വന്തക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയും പഴയ സ്വർണം കവർച്ച ചെയ്തുമായിരുന്നു രതീഷിന്റെ നേതൃത്വത്തിൽ തട്ടിപ്പ് നടത്തിയത്. ഇങ്ങനെ തട്ടിയെടുത്ത സ്വർണത്തിൽ നിന്നും 100 പവൻ ഒഴികെ ബാക്കിയുള്ള സ്വർണം വിവിധ ബാങ്കുകളിൽ പണയപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇനിയുള്ള 100 പവൻ സ്വർണം ഏതൊക്കെ ബാങ്കുകളിലാണ് പണയപ്പെടുത്തിയിട്ടുള്ളതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വീണ്ടെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.